ബി ഗ്രേറ്റ്ഫുൾ. എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. ഈ അടുത്തായിട്ട് കൂടുതലായും കേൾക്കാറുണ്ട്. നമ്മൾക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളെ നന്ദിയോടുകൂടി ഓർത്തുകൊണ്ട് ഉറങ്ങുക. അതുപോലെ ഇന്നത്തെ ദിവസം വളരെ നല്ലതാകുമെന്ന് ആലോചിച്ചുകൊണ്ട് നന്ദിയോടെ ഒരു ദിവസത്തെ വരവേൽക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എങ്ങനെ എഴുതാം എന്ന് നോക്കാം. നന്ദിപൂർവ്വം. ഒരു ദിവസം തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് ടെൻഷൻസ് ആയിട്ടായിരിക്കും ചിലപ്പോൾ തുടങ്ങുക അല്ലേ. ഇന്ന് ഇത്ര അധികം ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാനുണ്ട്, കുറേ വർക്ക് ചെയ്യാനുണ്ട്, ഒരു ഗോൾ സെറ്റ് ചെയ്തത് അത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, ജോലിക്ക് പോകണം, ഓടണം, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലത്തെ പണികൾ ചെയ്യണം. അങ്ങനെ നൂറ് നൂറ് കൂട്ടം ചിന്തകൾ, 100-150ഓളം ചിന്തകൾ. ഈ ചിന്തകളുടെ പിന്നാലെ മനുഷ്യൻ പായുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മുടെ പീസ് ഓഫ് മൈൻഡ് ലോസ്റ്റ് ആയി പോകും അല്ലേ. ചിന്തകൾ നമുക്ക് അനിവാര്യം തന്നെയാണ്, ആവശ്യം തന്നെയാണ്. ചിന്തിക്കണം. ചിന്തിക്കാതെ പോയി കഴിഞ്ഞാൽ ഒരു ഡിസിപ്ലിനും ലൈഫിൽ ഉണ്ടാവില്ല. പക്ഷേ ഓവർ തിങ്കിങ് ആയാലോ, അത് നമ്മുടെ പീസ് ഓഫ് മൈൻഡിനെ തന്നെ ബാധിക്കും, നമ്മുടെ വർക്കിനെ ബാധിക്കും, നമ്മുടെ ഹെൽത്തി വർക്കിംഗ് എൻവയോൺമെൻറ്റിനെ ബാധിക്കും. അപ്പോൾ ഓവർ തിങ്കിങ്ങിനെ എങ്ങനെയൊക്കെ സ്റ്റോപ്പ് ചെയ്യാമെന്നുള്ളതിന് ഒരു സിമ്പിൾ ടിപ്പാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിംഗ്. നമുക്ക് കിട്ടുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ, സൗഭാഗ്യങ്ങളെ ഒന്ന് എഴുതാം. നമുക്ക് ഒരു ദിവസം ചിലപ്പോൾ കുറേ ആളുകളിൽ നിന്ന് ചീത്ത കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവാം, കുറേ നെഗറ്റീവ് കമൻസ് കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവാം. ചില ആളുകളെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ചില വർക്കുകൾ നന്നായിട്ടുണ്ടാവില്ല, നമുക്ക് വർക്ക് പ്ലേസിൽ നന്നായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റിയെന്ന് വരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്നുണ്ടാവില്ല. പിന്നെ ലോട്ട്സ് ഓഫ് നെഗറ്റീവ്സ് ആർ സറൗണ്ടിങ് അസ്. ആ സമയത്തും എന്തെങ്കിലും നല്ലത് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവും. ദാറ്റ്സ് ഫോർ ഷുവർ. എന്തെങ്കിലും നല്ലത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആലോചിക്കും, എന്താ ഇപ്പം എൻ്റെ ലൈഫിൽ നല്ലത് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് നന്നായി ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ലേ, അതൊരു വലിയ കാര്യമാണ്. ഓരോ മിനിറ്റിലും നമുക്ക് നന്നായി ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്ന് നോക്കിയേ, നന്നായി ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് നന്നായി ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം, ഒരു മിനിറ്റ് ഒന്ന് ചെയ്തു നോക്കൂ. ആ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് പ്രോസസ്സ് നമുക്ക് അസലായി ചെയ്യാൻ പറ്റുമോ? റൈറ്റ്. ഐ ആം താങ്ക്ഫുൾ ഫോർ ദ ബ്രീത്ത് ഐ ഇൻടേക്ക്. നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസത്തിന് ഒരുപാട് നന്ദി. ഇത്രയും സിമ്പിളായിട്ടുള്ളതൊക്കെ എഴുതി വയ്ക്കണോ ചോദിച്ചാൽ എഴുതണം എന്നേ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ആഴ്ചയിൽ 7 ദിവസത്തിൽ ആൾ 5 ദിവസം ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതും. 3 കാര്യങ്ങൾ, 2 ദിവസം എഴുതില്ല. ആ 3 കാര്യങ്ങൾ അവൾ എഴുതി തുടങ്ങിയപ്പോൾ അവളുടെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായി. ഓൺലി പോസിറ്റീവ് തിങ്സ്. നമുക്ക് കിട്ടുന്ന കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു ചെറിയൊരു കുട്ടി ജോയിൻ ചെയ്തു കേട്ടോ. ആ കുട്ടി ക്ലാസ്സിൽ വന്ന് കാണിക്കുന്ന കുറേ കുഞ്ഞു കുഞ്ഞു വികൃതികൾ കണ്ട് ഒരുപാട് ചിരിച്ചു. നമ്മുടെ ചെറിയൊരു ക്ലാസ് ആയിരുന്നു. നമ്മുടെ ഒരു എന്താ പറയുക, എൻവയോൺമെൻറ്റ് തന്നെ മാറി ആ ഒരു കൊച്ചു കുഞ്ഞു വന്ന് ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോൾ. ഡാൻസ് ക്ലാസ്സിൽ തീരെ കുഞ്ഞു കുട്ടികളെ ചേർക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെങ്ങനെയാ അതൊക്കെ പഠിക്കാമെന്ന്. ബട്ട് ദേ ജസ്റ്റ് ഫോളോ വാട്ട് ദ ടീച്ചർ ഈസ് ഡൂയിങ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ക്യൂട്ടാണ്. അപ്പോൾ ഈ അടുത്ത് ആ കുട്ടി ജോയിൻ ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി, ആ കുട്ടിയുടെ ചിരി, വർത്തമാനം. അപ്പം നമ്മുടെ ആ ദിവസം തന്നെ ഡിഫറെൻ്റ് ആയിപ്പോയി. അതുപോലെ കുഞ്ഞു കാര്യങ്ങൾ, നമ്മൾ ചിരിപ്പിച്ച നിമിഷങ്ങൾ, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ ആരെങ്കിലും ഒരാൾ നമ്മളെപ്പറ്റി നല്ലത് പറഞ്ഞെങ്കിൽ അതും എഴുതി വയ്ക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് വേണ്ടിയിരുന്ന ഔട്ട്കം, ചിലപ്പോൾ നമുക്ക് കുറേ നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പം നമുക്ക് ഇതല്ലായിരുന്നു നമുക്ക് വേണ്ട ഔട്ട്കം. നമുക്ക് വേണ്ടത് എങ്ങനെയാണോ അതുപോലെ എഴുതി വയ്ക്കുക. എനിക്ക് ഇന്ന് എൻ്റെ റെൻറ്റ് കൊടുക്കാനായിട്ട് പൈസ ഉണ്ടായിരുന്നില്ല, അത് എഴുതണത് ഒന്ന് മാറ്റി ഇന്ന് റെൻറ്റ് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ധാരാളം പൈസ ഉണ്ടായി, കറക്റ്റ് സമയത്തിന് എനിക്ക് സാലറി എൻ്റെ അക്കൗണ്ടിൽ വന്നു. അങ്ങനെയൊക്കെ ഒന്ന് എഴുതി നോക്കൂ. എൻ്റെ ഭഗവാൻ, എന്തുകൊണ്ട് എനിക്ക് കറക്റ്റ് ടൈമിൽ സാലറി കിട്ടിയില്ല, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ റെൻറ്റ് കൊടുക്കാൻ പൈസ ഉണ്ടോ? ഇങ്ങനെ ചിന്തിച്ച് വേവലാതിപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു നെഗറ്റീവ് എനർജി പുറമേക്ക് പോകും. അതിന് പകരം നമ്മൾ അബൻഡൻ്റ് ആണ് ആൻഡ് വി ഹാവ് എനഫ് തിങ്സ്, അല്ലെങ്കിൽ നമുക്ക് എനഫ് മണി ഉണ്ട് ഫോർ അവർ എക്സ്പെൻഡിച്ചർ. അനാവശ്യ ചിലവുകൾക്കല്ല, അത്യാവശ്യ ചിലവുകൾക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്
എന്ന് ചിന്തിച്ചുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതും. ഇന്ന് എനിക്ക് കിട്ടിയ പൈസയ്ക്ക് ഒരുപാട് നന്ദി. എനിക്ക് റെൻറ്റ് കൊടുക്കാൻ പറ്റി, മക്കളുടെ ഫീസ് അടയ്ക്കാൻ പറ്റി, എനിക്ക് ഡോക്ടറെ കാണിക്കാൻ പറ്റി, അതുപോലെ എൻ്റെ അസുഖത്തിന് ഡോക്ടർ കറക്റ്റ് മരുന്ന് തന്ന് എൻ്റെ അസുഖം മാറി. ഞാൻ കണ്ണ് തുറക്കുമ്പോൾ തന്നെ നമ്മൾ ഐ എം ഹെൽത്തി എന്ന് പറഞ്ഞിട്ട് തന്നെ എണീക്കുക. പിറ്റേ ദിവസം നമ്മൾ എഴുതി വെച്ച ജേർണൽ എടുത്ത് നോക്കാം. അന്ന് ഞാൻ 3 വരി എഴുതിയിട്ടുണ്ടല്ലോ. ആ 3 വരിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ഹെൽപ്ഫുള്ളായത്, എന്തൊക്കെ പോസിറ്റീവ് ചേഞ്ചസ് ആണ് എനിക്ക് പിറ്റേ ദിവസം ഉണ്ടായിരുന്നത്. ഭയങ്കര അമേസിങ് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ എഴുതി വെച്ച പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുന്നു. ആൻഡ് വി ആർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ അവർ ലൈഫ് എന്നുള്ളത്. എൻ്റെ ഈ ചെറിയ തോട്ട് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായെങ്കിൽ എനിക്കൊരു തംസപ്പ് ഇടണേ. എഴുതി നോക്കൂ. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും 5 വരികൾ നിങ്ങൾക്ക് സന്തോഷം തന്ന നിമിഷങ്ങൾ, നിങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുന്ന നിമിഷങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ. എൻ്റെ ചിന്തകളെ, കവിതകളെ, കഥകളെ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഒപ്പം വരിക. ജിത.